ഹലോ, നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സോളാർ PIR സെൻസറാണ്. കഴിഞ്ഞ 2 വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. അത് PR സെൻസറിനെ കുറിച്ചായിരുന്നു. പക്ഷേ അത് AC-യിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതാകുമ്പോൾ സോളാറിലാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ സോളാർ പാനലാണ്. ഇതുവഴിയാണ് ഇതിനുള്ളിലെ ബാറ്ററി ചാർജ് ആവുന്നത്. ഇതിൽ ഈ 2 ലൈറ്റ് ഉണ്ട് ഇതിൽ. ഇത് തന്നെ സിംഗിൾ ഉള്ള യൂണിറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ കാണുന്നതാണ് എൻ്റെ PIR സെൻസർ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് പകൽ സമയം, അതായത് പകൽ വെളിച്ചമുള്ളപ്പോൾ ഈ സെൻസർ പ്രവർത്തിക്കില്ല. രാത്രിയാണെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. ഈ സെൻസർ ഒരു മൾട്ടി പർപ്പസ് ആണ്. കാരണം നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഗാർഡൻ ലൈറ്റ്, അതല്ലെങ്കിൽ ഗേറ്റ് ലൈറ്റ്, പിന്നെ വീടുകളുടെ ഉള്ളിൽ തന്നെ മുറിയിൽ ചെറിയ പ്രകാശം മതിയെങ്കിൽ ഈ ലൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ സോളാർ ലൈറ്റ് ഇതിൽ പതിക്കുമ്പോഴാണ് ഇതിൻ്റെ ബാറ്ററി ചാർജ് ആകുന്നത്. അങ്ങനെ ബാറ്ററി ചാർജ് ആയതിനു ശേഷം ഈ ലൈറ്റുകൾ പ്രവർത്തിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിപ്പോൾ ഓഫ് മോഡിലാണ്. ഇത് 3 സ്റ്റെപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ 2 ലൈറ്റും ഫുൾ ബ്രൈറ്റിൽ തന്നെ വർക്ക് ചെയ്യും. അതിനോടകം ആ സെൻസറും വർക്ക് ചെയ്യും. ഇപ്പോൾ അത് സെൻസർ വർക്ക് ചെയ്യുന്ന മോഡിലാണ്. ഒരല്പസമയത്തിന് ശേഷം ഇത് തനിയെ ഓഫ് ആകും. ഈ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ സെൻസർ മോഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഈ ലൈറ്റ് ഓൺ ആകണമെങ്കിൽ ഇതിൻ്റെ പരിധിയിൽ ആരെങ്കിലും വന്നെങ്കിൽ മാത്രമേ ഇത് ഓൺ ആകുകയുള്ളൂ. ഇനി ഇതിൻ്റെ അടുത്തൊരു മോഡുണ്ട്. ഈ മോഡിലിട്ട് കഴിഞ്ഞാൽ ഇത് ഫുൾ ബ്രൈറ്റിൽ തന്നെ നിൽക്കും. പക്ഷേ സെൻസർ വർക്ക് ചെയ്യില്ല. ഫുൾ ടൈം ഈ രീതിയിൽ തന്നെ നിൽക്കും അത്. ഇനി അടുത്ത മോഡെന്ന് പറഞ്ഞാൽ ഒരു ഡിം ലൈറ്റ് മോഡാണിത്. ഇത് ഡിം ലൈറ്റിൽ നിൽക്കും. ഇതിലും സെൻസർ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ 3 സ്റ്റെപ്പിലാണ് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യം ആ രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് പോകുന്നത് ഒന്നും ഇതിന് പ്രശ്നമാവില്ല. പക്ഷേ ഇതിലിരിക്കുന്ന ഈ കാണുന്ന ലൈറ്റിന് വലിയ പ്രകാശം ഉണ്ടാവില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഒരു ഏരിയ അത് കവർ ചെയ്യത്തുമില്ല. ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇതിലൊരു അലാറം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ അലാറത്തിന് ലൈറ്റുകളൊന്നുമില്ല. ഇതൊരു കോഡ്ലെസ് അലാറമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്നും അലാറത്തിലേക്ക് യാതൊരുവിധ വയർ കണക്ഷനും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ആ അലാറം നമ്മുടെ ബെഡ്റൂമിൽ പോലും വയ്ക്കാവുന്നതാണ്. അതൊരു മ്യൂസിക്കൽ ബെല്ലാണ്. ഈ കാണുന്ന ഒരു റിമോട്ട് കോളിംഗ് ബെല്ലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ വയർ കണക്ഷൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ വർക്കിംഗ് മോഡാണ്. ഇതിലും നമുക്ക് പല രീതിയിലുള്ള സൗണ്ട് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബെഡ്റൂമിൽ വെക്കുക. ഈ സെൻസർ പുറത്ത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ആ ഭാഗത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് രാത്രിയിൽ ഈ ലൈറ്റ് തെളിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുകയാണ്. അതിൽ നിന്നാണ് ഒരു റിലേ വഴി ഈ ബെല്ല് പ്രവർത്തിപ്പിക്കുന്നത്. ഈ സെൻസർ ലൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലെ ലൈനുകളിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണം. അതിനുവേണ്ടി നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഈ ഒരു 3 സ്പെയർ പാർട്സുകളാണ്. ഇതൊരു 2-വേ സ്വിച്ചാണ്. ഈ കാണുന്നത് 5 വോൾട്ടിൻ്റെ റിലേ ആണിത്. ഇതൊരു റെക്ടിഫയർ ഡയോഡ് IN 4007. ഈ 3 ഐറ്റം മാത്രം മതിയാവും. അപ്പോൾ ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് ഈ സെൻസറിൽ നിലവിലുള്ള ബൾബിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇത് ഓഫ് മോഡിലാണെങ്കിൽ ഈ സെൻസറിലെ ബൾബ് പ്രകാശിക്കില്ല. ആ കണക്ഷൻ നേരെ ഈ റിലേയിലേക്കായിരിക്കും വരുന്നത്. അങ്ങനെ റിലേ വഴിയായിരിക്കും റിമോട്ട് ബെല്ല് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 2-വേ സ്വിച്ച് ആകുമ്പോൾ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈ സെൻസറിനുള്ളിൽ ബോർഡാണിത്. ഇതിലാണ് നമ്മളൊരു മാറ്റം വരുത്തുന്നത്. ഇതിലേക്ക് കാണുന്ന ബ്ലൂ റെഡ് ഈ വയർ അതിൻ്റെ ബാറ്ററിയിൽ നിന്ന് വരുന്ന സപ്ലൈ ആണിത്. ഈ കാണുന്ന റെഡ് വൈറ്റ് ഇതാണ് ഈ ബൾബിലേക്ക് പോകുന്നത്. അതിൽ ഈ വൈറ്റ് വയർ കോമൺ ആയിട്ട് പോകും. ഈ റെഡ് വയറാണ് ആ 2-വേ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ കാണുന്ന 2 വയർ അതിൻ്റെ പാനലിൽ നിന്നും ഈ ബോർഡിലേക്ക് വരികയാണ്. ഈ ഭാഗത്താണ് 2-വേ സ്വിച്ച് വെച്ചിരിക്കുന്നത്. ഈ 2-വേ സ്വിച്ചിൻ്റെ സെൻട്രൽ പോയിന്റിലേക്കാണ് ബോർഡിൽ നിന്ന് വരുന്ന റെഡ് വയർ. ഈ ലൈറ്റിൻ്റെ പോസിറ്റീവ് ലൈനാണത്. ഈ വൈറ്റ് ഇത് നെഗറ്റീവാണ്. ഇത് നേരിട്ട് ഈ ബൾബിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് കോമൺ ആണ്. ഇനി ഇതിൻ്റെ ഈ പോളാണ് ഈ ബൾബിലേക്ക്. ഈ ഒരു പൊസിഷനിലാണ് ഈ സ്വിച്ച് കിടക്കുന്നതെങ്കിൽ ഈ ലൈറ്റുകൾ രണ്ടും കത്തും. ഇങ്ങോട്ടുള്ള പൊസിഷനാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ ആ റിലേയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യില്ല, പകരം റിലേ വർക്ക് ചെയ്യും. ഈ റിലേയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ സപ്ലൈ ലീഡ്, അതിന് അക്രോസ് ആയിട്ടാണ് ഒരു IN 4007 ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡയോഡിൻ്റെ പോസിറ്റീവ് ലീഡാണ് ഈ സ്വിച്ചിൻ്റെ ഈ ഒരു പോളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് സ്വിച്ച് ഈ പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിൽ ഈ വരുന്ന പോസിറ്റീവ് വോൾട്ടായിരിക്കും ഈ റിലേയിൽ വരുന്നത്. ഈ ഭാഗം നെഗറ്റീവാണ്. ഇത് കോമൺ ഈ വൈറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പൊസിഷനിൽ വരുമ്പോൾ ഈ റിലേ ഓണാകും. ഓണാകുന്ന സമയത്ത് ഈ റിലേയുടെ 2 കോണ്ടാക്റ്റാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ കാണുന്ന 2 വയലറ്റ് വയറാണത്. ഒരു വയർ ഈ റിലേയുടെ കോമൺ പോളും ഒന്ന്
നോർമലി ഓപ്പൺ, അതായത് NO. ഇതിൽ തന്നെ 2 പോളുണ്ട്, ഒരു NC ഉണ്ട്, നോർമലി ക്ലോസ്ഡ് ഉണ്ട്, നോർമലി ഓപ്പൺ ഉണ്ട്. ഇപ്പോൾ റിലേ ഓൺ ആകുമ്പോൾ ഇത് തമ്മിൽ കണക്റ്റഡ് ആകും. അപ്പോൾ ഈ 2 ലീഡുമാണ് നേരെ ആ റിമോട്ടിൻ്റെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ റിമോട്ട് ബെല്ലിൻ്റെ സ്വിച്ച് ഇതാണ്. ഈ സ്വിച്ചിൻ്റെ ലീഡിലേക്കാണ് ഈ റിലേയിൽ നിന്ന് വരുന്ന ഈ 2 വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ആ റിലേ വർക്ക് ചെയ്യുമ്പോൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്നതിന് തുല്യമാണ് ഈ കോണ്ടാക്റ്റുകൾ തമ്മിൽ റിലേ വഴി കണക്റ്റ് ആവും. അപ്പോൾ ഈ റിമോട്ട് ബെല്ല് വർക്ക് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് ഈ ഒരു പൊസിഷനിലേക്കാണെന്നുണ്ടെങ്കിൽ ബൾബ് വർക്ക് ചെയ്യും, പക്ഷേ ഈ ബെല്ല് വർക്ക് ചെയ്യില്ല. ബെല്ല് വർക്ക് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ചിൻ്റെ മോഡ് ഈ പൊസിഷനിലാക്കുക. അപ്പോൾ ലൈറ്റ് ഓഫ് ആകും. ഇനി ഇത് ബെല്ല് മാത്രമേ ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. ഇതിലൊരു മ്യൂസിക് മോഡ് സെലക്ടർ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ മ്യൂസിക്കും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള മ്യൂസിക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഈ സെൻസർ ഈ ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. ആ റിമോട്ട് കോളിംഗ് ബെല്ലിൻ്റെ ബെൽ യൂണിറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരാൾ വരുമ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണാം. ഇത്രയും ഹൈ ഡിസ്റ്റൻസ് വന്നപ്പോൾ തന്നെ ആ ബെൽ ഓണായി. ഇത് 50 മീറ്റർ ഡിസ്റ്റൻസ് വരെ ഇതിന് റേഞ്ച് കിട്ടുന്നതാണിത്. അപ്പോൾ ഈ കാണുന്ന സെൻസർ ഏറ്റവും കൂടുതൽ ഇത് പ്രയോജനപ്പെടുന്നത് ക്യാമറ ഉള്ള വീടുകളിലാണ്. ഒരു മോഷണ ശ്രമം നമുക്ക് തടയാൻ പറ്റില്ല. ആ ക്യാമറ ഈ മോഷ്ടാവ് വരുമ്പോൾ അത് എപ്പോൾ വന്നു, എപ്പോൾ തിരിച്ചുപോയി എന്ന് മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലാതെ യാതൊരുവിധ മുന്നറിയിപ്പും നമുക്കതിൽ നിന്ന് കിട്ടില്ല. പക്ഷേ ഈ ഒരു സെൻസർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് ഭാഗത്താണോ ഈ സെൻസർ വെക്കേണ്ടത് അവിടെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ബെൽ യൂണിറ്റ് നമ്മുടെ ബെഡ്റൂമിൽ വരെ കൊണ്ടുവയ്ക്കാവുന്നതാണ്. അത്രയും ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യും. ഇതിന് വയർ കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെയുമല്ല, ഇത് ബാറ്ററിയിലാണ്, അതുകൊണ്ട് കറണ്ടിൻ്റെ പ്രശ്നമൊന്നും ഇതിന് വരുന്നില്ല. അപ്പോൾ ആ വീട്ടിൽ ഒരു മോഷ്ടാവ് എത്തിയാൽ, ക്യാമറ ഉള്ള വീടുകളാണെങ്കിൽ നമുക്ക് ആ ക്യാമറയുടെ മോണിറ്ററോ അല്ലെങ്കിൽ അത് ഫോൺ മുഖേനയോ അതിൻ്റെ വിഷ്വൽസ് കാണാം. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടിലേക്ക് വരെ നമുക്ക് അറിയിക്കാൻ പറ്റും. അപ്പോൾ ആ മോഷണ ശ്രമം പൂർണ്ണമായും തടയാനും പറ്റും. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.